ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് സിജോ ബിഗ് ബോസിൽ നിന്ന് പുറത്താകാനുള്ള കാരണത്തെക്കുറിച്ചാണ്. സിജോ എന്ന മത്സരാർത്ഥി നമുക്ക് തന്നെ അറിയാം, നല്ലൊരു മത്സരാർത്ഥിയാണ്. എങ്ങനെയാണ് പുറത്തായത്? ഞാൻ തന്നെ പെട്ടെന്ന് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഞാൻ ഓർത്ത മുടിയനോ ശ്രീതുവോ അവരുടെ കൂടെ പുറത്താവുന്നതാണ്. ടോപ്പ് 5-ൽ വരാൻ ആഗ്രഹിച്ചൊരു മത്സരാർത്ഥിയാണ് സിജോ. ആദ്യകാലങ്ങളിൽ സിജോ വന്നപ്പം പ്രൊവോക്ക് ഗെയിമായിരുന്നു. എല്ലാവരോടും അങ്ങോട്ട് കയറി പ്രൊവോക്ക് ചെയ്യും, ചുമ്മാ ചൊറിയുന്ന സ്വഭാവമായിരുന്നു. പിന്നെ നമ്മുടെ റോക്കി ആയിട്ടുള്ള ഇഷ്യൂ കാരണം അതിൽ നിന്നങ്ങ് മാറി. പിന്നെ പുള്ളി തിരിച്ചു വന്നപ്പോൾ പുള്ളിയുടേതായ രീതിയിലാണ് പുള്ളി ഗെയിം കളിച്ചത്. അധികം പെട്ടെന്ന് ആരോടും പ്രൊവോക്ക് ചെയ്യാത്ത, പിന്നെ കളിയാക്കുന്നിടത്തൊക്കെ പുള്ളി കളിയാക്കും, പറയേണ്ടടുത്തൊക്കെ പുള്ളി പറയുകയും ചെയ്യും. പിന്നെ പുള്ളി പറയുന്നുണ്ടായിരുന്നു, എനിക്ക് ഇവിടെ വൈകിയാത്തതുകൊണ്ടാണ്, വാ അനക്കാൻ എനിക്ക് പെട്ടെന്നില്ല, അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇതുപോലെ ഇങ്ങനെ ആയതെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച ഒരാളാണ്, ടോപ്പ് 5-ൽ വരാൻ ആഗ്രഹിച്ച ഒരാളാണ് സിജോ. എങ്ങനെയോ സിജോ അവിടുന്ന് പുറത്തായി. പക്ഷേ സിജോ പുറത്താകാനുള്ള കാരണത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. നമ്മുടെ സിജോ പുറത്താകാൻ കാരണം ഈ സായി നന്ദനായിട്ടുള്ള കൂട്ടുകെട്ട് തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, അവർ തമ്മിലുള്ള പരദൂഷണ കമ്മിറ്റിയും മറ്റുള്ളവരെ ജിൻഡ എങ്ങനെയൊക്കെ താത്തി കെട്ടാൻ പറ്റുമോ അങ്ങനെയുള്ള രീതിയിലൊക്കെ അവർ നന്ദനെ ഉപയോഗിക്കുമോ ഒക്കെ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ആളുകളിലേക്ക് സിജോനെ വെറുക്കാൻ പോകും. പിന്നെ സിജോ പലപ്പോഴും ജിൻഡയെ ഒരുമാതിരി താറടിക്കുന്ന പോലെയും അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ സിജോ എങ്ങനെയെങ്കിലും പോയാൽ മതി. എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ ചിലർ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, റോക്കി അവനിട്ട് ഒന്നും കൂടെ കൊടുക്കണ്ടായിരുന്നു, കൊടുത്ത പോരാ, മതിയായില്ലെന്നും പറയുന്നുണ്ട്. അതാണ് സിജോയ്ക്ക് ഹൈറ്റേഴ്സ് വന്നത്. അതിന് മുന്നേ സിജോ റോക്കി അടിച്ചപ്പോൾ അയ്യോ സിജോ വരണമായിരുന്നു, സിജോ ടോപ്പ് 5-ലെത്തും, കപ്പടിക്കണം എന്നൊക്കെ എല്ലാവരും ചിന്തിച്ചാണ്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ജിൻഡോയ്ക്കെതിരെ എന്തൊക്കെയോ വേറെ എന്തോ ജിൻഡോ സിജോ പുറത്തു പോയപ്പം ജിൻഡോ ഒരുപാട് സന്തോഷിച്ചു എന്നൊക്കെ. ജിൻഡോ എന്ന മനുഷ്യനൊന്നും ഒരു സങ്കടമില്ല, ഒരു സന്തോഷമില്ലാതെ നിൽക്കുന്ന ഇതാണ്, മത്സരാർത്ഥിയാണ്. ജിൻഡോ അറിയുന്നവർക്ക് അറിയാം ജിൻഡോ എങ്ങനെയാണ്. പക്ഷേ ഇദ്ദേഹം കൂടുതലും പിന്നെ സായി വന്ന് വൈൽഡ് കാർഡായ സായിയും നന്ദനയും വന്നു. അവരോട് കൂടുതൽ അടുത്തു, അവരുമായിട്ടുള്ള ആ കോമ്പോ, വേറെ ആരോടും വേറെ അറ്റാച്ച്മെൻറ്റും ഇല്ല, ഒന്നുമില്ലാത്ത രീതിയിലാണ് സിജോ ഗെയിം കളിച്ചത്. പിന്നെ അവരെ നന്ദനെ കൂടുതലും ഇത് ചെയ്ത് ജിൻഡോയ്ക്കെതിരെ തിരിപ്പിക്കാൻ മുഖ്യ കാരണക്കാരൻ സിജോയും കൂടി. അപ്പോൾ അതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. അതൊക്കെയാണ് സിജോ പുറത്താകാനുള്ള കാരണം. അല്ല, നിങ്ങൾ തന്നെ നോക്ക്, സിജോയെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പക്ഷേ ഈ നന്ദനോടും സായിയോടുമുള്ള കൂട്ടുകെട്ട് സിജോയ്ക്ക് കൂടുതൽ പുറത്തു പോകാനുള്ള വഴിയായി. അതാണ് മെയിൻ കാരണം. പിന്നെ അവർ സിജോ ജാസ്മിനെതിരെ ഒന്നും ഗെയിം കളിച്ചില്ല, കൂടുതലും ജിൻഡോയ്ക്കെതിരെ, നോറയ്ക്കെതിരെ. ആദ്യകാലങ്ങളിൽ ജിൻഡോയ്ക്കെതിരെയായിരുന്നു. പിന്നെ ജിൻഡോ രതീഷേട്ടൻ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സിജോയോട് പറഞ്ഞ പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ നോറയ്ക്കെതിരെയായി ഗെയിം. നോറ എന്തോ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് എങ്ങോട്ടും ഇങ്ങോട്ടും നോറയാണ് എങ്ങനെ താത്തി കെട്ടാൻ പറ്റുക, അതൊക്കെ ആളുകൾ സിജോയുടെ പിന്നെ ചില വർത്താനങ്ങൾ, ഈ ചൊറിയുന്ന രീതിയിലുള്ള സംസാര രീതി, അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂടുതലും ഹെയ്റ്റേഴ്സിനെ ഉണ്ടാക്കാൻ സിജോയ്ക്ക് കൂടുതൽ ഇതായി. പക്ഷെ ഞാൻ വേണ്ടത് ഇത്ര അടിയെല്ലാം കൊണ്ടല്ല, ഒരു ടോപ്പ് 5-ൽ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ടോപ്പ് 5 വരെ എത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പ്രേക്ഷകരാണ് അതെല്ലാം വിധി എഴുതുന്നത്. പ്രേക്ഷകരില്ലാതെ നമുക്കൊന്നും ചെയ്യാനും പറ്റത്തില്ല. അല്ല, സത്യമല്ലേ ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങൾ എൻ്റെ കൊച്ചു വീഡിയോയുടെ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ.